ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും മീനമാസ ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിലവുകളുടെ വർധനയും സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള വീഴ്ചയും അധികാരികളോടും മറ്റും ദുർവാക്കുകൾ പറഞ്ഞു പോയതിനാൽ ദ്രവ്യ നഷ്ടവും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെയുണ്ടാകുന്ന ദേഷ്യപ്രകടനങ്ങളും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുത്തിവെക്കും എന്നതിനാൽ പരമാവധി ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുവാൻ ശ്രമമുണ്ടാകുന്നത് നന്നായിരിക്കും. അമിതമായ ആയാസം നിമിത്തം ശരീരത്തിന് ക്ഷീണവും നയന രോഗങ്ങൾക്ക് വിധേയനാകുകയും അപകട സാധ്യതയുള്ള തൊഴിലുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ജാഗ്രതയും വേണ്ടതാണ്. അശുഭഫലങ്ങളുടെ കാഠിന്യമില്ലാതെയാകുന്നതിനും ശുഭഫലങ്ങൾ അനുഭവമാകാനും രാശ്യാധിപനായ ചൊവ്വയുടെ ദേവതയായ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഫലപ്രദമാണ്. ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക 2, 3, 4, രോഹിണി, മകയിരം 1, 2 പാദക്കാർക്ക് ഉയർച്ചയ്ക്കും അഭ്യുന്നതിക്കും പലവിധങ്ങളായ തടസ്സങ്ങളും മാനസിക പിരിമുറുക്കങ്ങൾക്ക് വിധേയനാകുകയും അന്യരുമായും സ്വജനങ്ങളുമായും മറ്റും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരികയും അപമാനിക്കപ്പെടുകയും ഭൂമിയുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളും തുടങ്ങിയ അശുഭ അനുഭവങ്ങളും രോഗികളായിരുന്നവർക്ക് രോഗമുക്തിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുകയും സ്ഥാനമാനങ്ങളുടെ പ്രാപ്തിയും ചെയ്തുകൊണ്ടിരുന്ന സത്പ്രവർത്തികൾക്ക് നല്ല ഫലം ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. ശുഭഫലങ്ങൾ ധാരാളമായി ലഭ്യമാകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതെ അകന്നുമാറിപ്പോകുന്നതിനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം 3, 4, തിരുവാതിര, പുണർദം 1, 2, 3 പാദക്കാർക്ക് സ്വന്തം തൊഴിൽ മേഖല നന്നായി പുഷ്ടിപ്പെടുകയും അതിലൂടെ വരുമാന വർധനവും ധനലാഭങ്ങളും ഉണ്ടാകുകയും ആഗ്രഹിക്കുന്നതായ സകല കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുകയും നല്ല യശസ്സും കീർത്തിയും ഉണ്ടാകുകയും മാനാഭിമാന വർധനയും പ്രശസ്തിയും ജീവിത പങ്കാളിയോടും സന്താനങ്ങളോടും സഹവാസവും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അഭീഷ്ടസിദ്ധിയും സമൂഹത്തിൽ നിന്ന് സ്ഥാന ബഹുമാനാദികൾ ലഭിക്കുകയും സുഖവും തുടങ്ങിയ ശുഭഫലങ്ങളും അനുഭവം ആകുന്നതാണ്. അശുഭങ്ങൾ അനുഭവമാകാതിരിക്കാനും ശുഭഫലങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുന്നതിനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ നല്ലതാണ്. കർക്കിടകക്കൂറുകാരായ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും അഭീഷ്ടസിദ്ധിയും കുടുംബത്തിൽ സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാകുകയും മനസ്സിന് നല്ല സന്തോഷമുണ്ടാകുകയും തുടങ്ങിയ ശുഭാനുഭവങ്ങളും ഉറക്കമില്ലായ്മയും ഭക്ഷണസുഖമില്ലായ്മയും ഒരു ഭാഗ്യമില്ലായ്മ അനുഭവമാകുകയും ചെയ്തുകൊണ്ടിരുന്ന ധർമ്മ പ്രവൃത്തികൾക്ക് തടസ്സങ്ങൾ നേരിടുകയും രോഗങ്ങളും ആപത്തുകളും ദീനതയും തുടങ്ങി അശുഭ അനുഭവങ്ങളും കർക്കിടകക്കൂറുകാർ കരുതി ഇരിക്കേണ്ടതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുമായി വിയോജിപ്പും അധികാരികളുടെ ഭയപ്പെടുത്തലുകളും പിഴകൾ തുടങ്ങിയ പീഡകളും ജീവിത പങ്കാളിക്ക് തന്നോട് താൽപ്പര്യക്കുറവും ഉഷ്ണരോഗം, ജ്വരം, ഉദര രോഗങ്ങൾ, ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങളും അനാരോഗ്യവും ഉണ്ടാകുകയും എല്ലാ പ്രതീക്ഷകളും കൈവിടേണ്ടതായി വരുന്നു എന്നതും അശുഭ ഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതിനും ശുഭഫലങ്ങളായി മാറാനും ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്.
അടുത്തത് കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4, അത്തം, ചിത്തിര 1, 2 പാദക്കാരായ നക്ഷത്രക്കാർക്ക് അധികാരികളിൽ നിന്നുള്ള ഭയപ്പെടുത്തലുകളും പിഴകൾ തുടങ്ങിയ പീഡകളും ഉണ്ടാകുകയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും പലവിധ രോഗങ്ങൾ അലട്ടുകയും ജനങ്ങളോട് കലഹവും എല്ലായിടത്തും തോൽവി പറ്റുകയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും തടയപ്പെടുകയും തുടങ്ങിയ അശുഭങ്ങളും സന്താനങ്ങൾക്ക് സുഖവും വസ്ത്രങ്ങളുടെ ലാഭവും തുടങ്ങിയ ശുഭഫലങ്ങളും അനുഭവം ആകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര 3, 4, ചോതി, വിശാഖം 1, 2, 3 പാദക്കാർക്ക് സ്വജനങ്ങളുമായി കലഹവും അഗ്നിയിൽ നിന്ന് പീഡകളും സ്വജനങ്ങളുടെ വിരഹവും ഉദരരോഗങ്ങൾ അലട്ടുകയും തുടങ്ങിയ അശുഭങ്ങളും തൊഴിലിനും മറ്റുമായി വിദേശത്തേക്ക് പോകാൻ കാത്തിരുന്നവർക്ക് സുവർണാവസരം വന്നു ചേരുകയും സമ്പത്ത്, യശസ്, വിദ്യ എന്നിവകളുടെ ലാഭവും ശത്രുനാശമോ ശത്രുക്കളുടെ മനസ്സുമാറി അവർ മിത്രങ്ങളാകുകയോ ചെയ്യുകയും കോടതികളിലും മറ്റും നിലനിന്നിരുന്ന കേസുകളിലും മറ്റും വിജയങ്ങളും തുടങ്ങിയ ശുഭഫലങ്ങളും തുലാക്കൂർ നക്ഷത്രക്കാർക്ക് അനുഭവം ആകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം 4 പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർക്ക് ഈ മാസം പരിശ്രമങ്ങൾക്കെല്ലാം ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതാണ്. പുതിയതായി തുടങ്ങുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സംരംഭങ്ങളും വിജയിക്കും. വളരെ വലിയ ധനാഗമ സാധ്യതകൾ തുറന്നു വരികയും ധനപരമായ വലിയ നേട്ടങ്ങളും തുടങ്ങിയ ശുഭഫലങ്ങളും സന്താനങ്ങൾക്ക് ചില അരിഷ്ട അനുഭവങ്ങളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ചിലവുകൾ അനിയന്ത്രിതമായി വർദ്ധിക്കുക തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകാനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1 പാദം എന്നീ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയോടും സന്താനങ്ങളോടും കലഹങ്ങളും രോഗങ്ങളും മോഹങ്ങളും വർദ്ധിക്കുന്നത് മൂലമുള്ള മനക്ഷോഭങ്ങളും രക്തവാർച്ച, കടുത്ത ജ്വരം തുടങ്ങിയ രോഗാദി പീഡകളും വാഹനം, ബന്ധുക്കൾ, ഭൂസ്വത്ത്, സുഖം ഇവകൾക്ക് ഹാനിയും ഹൃദ്രോഗവും തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകുമ്പോഴും തൊഴിലുകളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും മറ്റു വരുമാന മാർഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ധനവരവും ഉണ്ടാകുന്നതാണ്. പലവിധ ഇടപാടുകളിൽ നിന്നായി സാമ്പത്തിക ലാഭ അനുഭവങ്ങളും ഉണ്ടാകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 പാദക്കാരായ നക്ഷത്രക്കാർക്ക് നടന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേരുകയും ചില കാര്യങ്ങൾക്ക് വലിയ കാലതാമസങ്ങൾ നേരിടുകയും ചെയ്യുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാതെ നോക്കേണ്ടതാണ്. ഉദര രോഗങ്ങളും നയനരോഗങ്ങളും അനാരോഗ്യത്തിന് കാരണങ്ങളായി മാറിയേക്കാം. ജീവിത പങ്കാളിയുമായി കലഹവും സഹോദരന് ചില ദോഷങ്ങളും അനുഭവം ആയേക്കും എന്ന് തുടങ്ങിയ അശുഭ അനുഭവങ്ങളും നാൽക്കാലി സമ്പത്തുകളുടെ വർധനയും ശത്രുക്കളുടെ മേൽ വിജയങ്ങളും കേസുകളുടെയും മറ്റും വിജയങ്ങളും നഷ്ടപരിഹാര ലഭ്യതകളും മകരക്കൂറുകാർക്ക് മനോബലമുണ്ടാകുവാൻ കാരണമാകുകയും ചെയ്യും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദക്കാർക്കും ഗണ്യമായ തോതിൽ വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. രോഗാവസ്ഥയിലുണ്ടായിരുന്നവർക്ക് രോഗശമനമുണ്ടാകുകയും ശരീരം ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും.
ശത്രുഭയം അലട്ടുകയും കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ചേർച്ചയില്ലായ്മയും പരസ്പരം പരിഹാസം ചൊരിയുകയും അന്യരുടെ വഞ്ചന നിമിത്തം ധനനഷ്ടമുണ്ടാകുകയും കണ്ണിന് രോഗാരിഷ്ടതകളും കഠിനമായ വാക്കുകൾ പറയേണ്ടി വരികയും തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമാണ്. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരികയും ചെലവുകൾ അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും അന്യരുമായി വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരികയും ശിരോരോഗങ്ങളും നേത്രരോഗങ്ങളും ഉറക്കമില്ലായ്മയും തുടങ്ങിയ രോഗാരിഷ്ടങ്ങളും അതിജീവനത്തിന് കഠിനമായ അധ്വാനം ആവശ്യമായി വരികയും സഞ്ചാരക്ലേശങ്ങളും അഭ്യുന്നതിക്ക് ആവശ്യമായ വിഭവങ്ങൾക്ക് നാശവും അനുഭവം ആകുന്നതാണ്. അശുഭ അനുഭവങ്ങളുടെ കാഠിന്യം കുറയുന്നതിനും ശുഭാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമായിരിക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും മാസഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തങ്ങൾ, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9650232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.